Hi all, this is Meera. Welcome back to our channel High School Max PSC. IIT Madras, Indian Institute of Technology Madras recruitment notification ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നെയിം ഓഫ് പോസ്റ്റ്, അപ്പർ ഏജ് ലിമിറ്റ്, പേ ലെവൽ, അതോടൊപ്പം തന്നെ കാറ്റഗറി വൈസുള്ള വേക്കൻസീസ് ആണ് തന്നിരിക്കുന്നത്. സീനിയർ ടെക്നിക്കൽ ഓഫീസർ 50 വയസ്സ്, അതായത് 50 വയസ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അപ്പർ ഏജ് ലിമിറ്റ് ആണ് തന്നിരിക്കുന്നത്. ലെവൽ 12 ആണ് പേ മെട്രിക്സ് ലെവൽ തന്നിരിക്കുന്നത്, ഒരു വേക്കൻസി. ഫയർ ഓഫീസർ 45 വയസ്സ്, ലെവൽ 11 ഒരു വേക്കൻസി. സേഫ്റ്റി ഓഫീസർ 56 വയസ്സ്, ലെവൽ 11 ഒരു വേക്കൻസി. ഇനി ബാക്കി വരുന്ന സെക്യൂരിറ്റി ഓഫീസർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് രജിസ്ട്രാറിന്റെ കേസിൽ 45 വയസ്സും ലെവൽ 10 ആണ് പേ ലെവൽ. ഇനി സെക്യൂരിറ്റി ഓഫീസർ ഒരു വേക്കൻസി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 2 വേക്കൻസി, അസിസ്റ്റന്റ് രജിസ്ട്രാർ 2 വേക്കൻസി. ഇനി ഇവിടെ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് പറയുന്നത് സീനിയർ ടെക്നിക്കൽ ഓഫീസറിന്റെ കേസിൽ ME MTech ഇൻ CSE, ECE, IT or സോഫ്റ്റ്വെയർ സയൻസിൽ ME MTech ഉള്ളവർക്ക് 60% ഏറ്റവും കുറവ് മാർക്ക് പറയുന്നത്. അതല്ലെങ്കിൽ ഇക്വലന്റ് CGPA വിത്ത് 8 ഇയർ ഓഫ് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഇനി ഇതല്ല BE or BTech or MSc ഈ CSE, ECE, IT സോഫ്റ്റ്വെയർ സയൻസിലുള്ളവർ അല്ലെങ്കിൽ MCA ഉള്ളവർ ഇക്വലന്റ് ഡിഗ്രി വിത്ത് 60% മാർക്സ്, അതല്ലെങ്കിൽ ഇക്വലന്റ് CGPA വിത്ത് 10 ഇയർ ഓഫ് എക്സ്പീരിയൻസുകാർക്കും ഇൻ സീനിയർ പൊസിഷൻ റെപ്യൂട്ടഡ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഫയർ ഓഫീസറിന്റെ കേസിൽ BE അല്ലെങ്കിൽ BTech, ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് അതല്ലെങ്കിൽ ഇക്വലന്റ് വിത്ത് 60% മാർക്സ് പറയുന്നുണ്ട് കുറഞ്ഞത്. ഇനി ഇക്വലന്റ് CGPA ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് 15 ഇയേഴ്സ് ഓഫ് സർവീസ് ആ റിലവൻറ്റ് ഫീൽഡിൽ 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാമെന്ന് പറയുന്നുണ്ട്. ഇതാണ് മാൻഡേറ്ററി ആയിട്ട് വേണ്ടത്. ഇനി ഇവിടെ നിങ്ങൾക്ക് വേണ്ട ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സേഫ്റ്റി ഓഫീസറിന്റെ കേസിൽ ഡിഗ്രി ഓർ ഹയർ ഇൻ സേഫ്റ്റി എഞ്ചിനീയറിംഗ് അതല്ലെങ്കിൽ BE or BTech ഇൻ എഞ്ചിനീയറിംഗ് വിത്ത് മാസ്റ്റർ ഇൻ സേഫ്റ്റി എഞ്ചിനീയറിംഗ് ഓർ ഡിപ്ലോമ ഇൻ ഒക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് വിത്ത് അറ്റ്ലീസ്റ്റ് 60% മാർക്ക്. അതല്ലെങ്കിൽ CGPA ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് 15 ഇയേഴ്സ് ഓഫ് സർവീസ് ഇൻ ദ റിലവൻറ്റ് ഫീൽഡ് പറയുന്നുണ്ട്. സെക്യൂരിറ്റി ഓഫീസറിന്റെ കേസിൽ ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് അറ്റ്ലീസ്റ്റ് 55% മാർക്സിന് അപേക്ഷിക്കുക. അതല്ലെങ്കിൽ ഇക്വലന്റ് CGPA ഫ്രം എ recognized university or institute with 8 years of experience in supervisory grade plus firefighting training are able to ride light vehicle or motorcycle. Security officer പോസ്റ്റിലേക്കുള്ള മാൻഡേറ്ററി ക്വാളിഫിക്കേഷൻസ് ആണ് ഇവിടെ പറഞ്ഞത്. ഇനി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിന്റെ കേസ് സിവിൽ എഞ്ചിനീയറിംഗ് ഒരു പോസ്റ്റ്, ഇവിടെ ME or MTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് അറ്റ്ലീസ്റ്റ് 55% മാർക്ക് പറയുന്നു. അതല്ലെങ്കിൽ CGPA വിത്ത് 5 ഇയർ ഓഫ് റിലവൻറ്റ് എക്സ്പീരിയൻസ്. തന്നെ BE BTechന്റെ കേസിലും പറയുന്നുണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒരു പോസ്റ്റ് ആണുള്ളത്, ME MTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് അറ്റ്ലീസ്റ്റ് 55% മാർക്ക്, CGPA ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് 5 ഇയേഴ്സ് ഓഫ് റിലവൻറ്റ് എക്സ്പീരിയൻസ്. അപ്പം BE BTechകാർക്കും അപേക്ഷിക്കാവുന്നതാണ്. അസിസ്റ്റന്റ് രജിസ്ട്രാറിന്റെ കേസിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി 55% ഏറ്റവും കുറവ് വേണ്ടത്. ഇനി ഇവിടെ ഇതിന്റെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കാൻഡിഡേറ്റ്സിനുള്ള ഇവിടെ ഇൻസ്ട്രക്ഷൻസ് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഡീറ്റെയിൽസ് എല്ലാം, ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇനി ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക, അതായത് https://recruit.iitm.ac.in. അപ്പോൾ ഇത് നിങ്ങൾ പോകുന്ന ഈ ഒരു സൈറ്റിലേക്കാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇത് 23rd നോക്കുന്നതുകൊണ്ടാണ് അപ്ലൈ ഓൺലൈൻ ലിങ്ക് വിൽ ബി ആക്ടിവേറ്റഡ് ഓൺ 24th ജൂലൈ. അപ്പോൾ ഇത് ആക്ടിവേറ്റ് ആകുമ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യുന്നതാണ്. ഇനി ഇതിൻ്റെ ഫീസ് ഡീറ്റെയിൽസ് പറയുന്നത് ഇവിടെ 500 രൂപയാണ് പറയുന്നത്. ഇനി ഇവിടെ ഇത് നിങ്ങൾക്ക് ഓൺലൈനിലൂടെയാണ് അടയ്ക്കേണ്ടത്. വിമൻ കാൻഡിഡേറ്റിന് അതോടൊപ്പം തന്നെ SC ST PWDക്കാർക്ക് ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 23rd ഓഗസ്റ്റ് ആണ്. 5:30 PM മുമ്പായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇനി മറ്റൊരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൂടെ നമുക്ക് നോക്കാം. അതായത് ഈ IITയുടെ തന്നെ ഈ IIT ചെന്നൈ മദ്രാസിൻ്റെ തന്നെ മറ്റൊരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. സ്റ്റാഫ് നഴ്സ് 32 വയസ്സ്, ലെവൽ 6 3 വേക്കൻസി. അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസർ 32 വയസ്സ്, ലെവൽ 6 3 വേക്കൻസി. ജൂനിയർ സൂപ്പറിൻറ്റൻഡന്റ് 32 വയസ്സ്, ലെവൽ 6 10 വേക്കൻസി. ജൂനിയർ എഞ്ചിനീയർ 32 വയസ്സ്, ലെവൽ 6 1 വേക്കൻസി. ഇനി അടുത്തായിട്ട് ജൂനിയർ എഞ്ചിനീയർ, ജൂനിയർ അസിസ്റ്റന്റ്, ജൂനിയർ ടെക്നീഷ്യൻ മെയിൻ്റനൻസ്, ജൂനിയർ ടെക്നീഷ്യൻ ടെലിഫോൺസ്, ജൂനിയർ ലൈബ്രറി ടെക്നീഷ്യൻ 27 വയസ്സ്. ലെവൽ 3 ആണ് ഇവിടുത്തെ പേ ലെവൽ പറയുന്നത്. ഇനി ഓരോ പോസ്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോട്ടൽ വേക്കൻസീസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് നോക്കാം. സ്റ്റാഫ് നഴ്സിൻ്റെ കേസിൽ BSc നഴ്സിംഗ് വിത്ത് 60% മാർക്സ് പറയുന്നു. ഇക്വലന്റ് CGPA വിത്ത്
2 years of relevant experience പറയുന്നുണ്ട്. ഇതല്ലെങ്കിൽ 3 year diploma in nursing or midwifery with 60% മാർക്സ് പറയുന്നുണ്ട്. Equivalent CGPA with 5 years of relevant experience പറയുന്നുണ്ട്. ഇനി ഇവിടെ നോക്കുക, അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസർ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് 60% മാർക്സ്, അതല്ലെങ്കിൽ ഇക്വലന്റ് CGPA ഫ്രം എ റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി or institute with military, police or NCC or firefighting training and 6 year of relevant experience ആണ് പറയുന്നത്. ഇനി ഇവിടെ ലൈറ്റ് വെഹിക്കിൾ ആൻഡ് മോട്ടോർ വെഹിക്കിൾ റൈഡ് ചെയ്യാൻ ഏബിൾ ആയിരിക്കണമെന്നും പറയുന്നുണ്ട് ഈ ഒരു സെക്യൂരിറ്റി ഓഫീസറിന്റെ കേസിൽ. ജൂനിയർ സൂപ്രണ്ടിന്റെ കേസിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ആർട്സ് ഓർ സയൻസ് ഓർ ഹ്യൂമാനിറ്റീസ് ഇൻക്ലൂഡിംഗ് കൊമേഴ്സ് വിത്ത് അറ്റ്ലീസ്റ്റ് 60% മാർക്ക്, അതല്ലെങ്കിൽ ഇക്വലന്റ് CGPA ഫ്രം എ റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് 6 years of administrative experience പറയുന്നു. Junior engineer bachelor's degree in electrical engineering with at least 60% mark, CGPA, equivalent CGPA from a university, recognized university with 2 years of relevant experience. ഇനി അതല്ലെങ്കിൽ 3 year diploma in electrical engineering കാർക്കും അപേക്ഷിക്കാവുന്നതാണ്. ജൂനിയർ അസിസ്റ്റന്റ് കേസിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് പറയുന്നത് ഇൻ ആർട്സ് ഓർ സയൻസ് ഓർ ഹ്യൂമാനിറ്റീസ് ഇൻക്ലൂഡിംഗ് കൊമേഴ്സ്, 60% മാർക്കാണ് പറയുന്നത്. CGPA with knowledge of computer operations for creation of documents, presentation and spreadsheet applications ആർക്കും അപേക്ഷിക്കാവുന്നതാണ്. ജൂനിയർ ടെക്നീഷ്യൻ സിവിൽ 3 പോസ്റ്റ്, കെമിസ്ട്രി 3, മെക്കാനിക്കൽ 12, E&I EE 12, ബയോളജി ഓർ ലൈഫ് സയൻസ് 1, ബയോടെക്നോളജി ഓർ ബയോമെഡിക്കൽ 1, ഫിസിക്സ് 2, ടോട്ടൽ 34 പോസ്റ്റ് പറയുന്നുണ്ട്. 3 year diploma in relevant to the stream with 60% mark or equivalent CGPA from a recognized university or institution. BSc in relevant stream, അതായത് ഇത് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രീമിലുള്ള ഡിഗ്രീസ് ആണ് ഇവിടെ പറയുന്നത്. 60 മാർക്സ് ഓർ ഇക്വലന്റ് CGPA from a recognized university or institution. Post SSLC with 2 year ITI course trades relevant to the stream, അതായത് ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രീമിലുള്ള ITI കോഴ്സ് പാസ്സായവരുടെ കേസാണ് പറയുന്നത്. 60% മാർക്സ് ആണ് പറയുന്നത്. ഒന്നിൽ കൂടുതൽ സ്ട്രീമിൽ അപേക്ഷിക്കുന്നവർ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യേണ്ടതാണ്. ജൂനിയർ ടെക്നീഷ്യൻ മെയിൻ്റനൻസ് സിവിൽ എഞ്ചിനീയറിംഗ് 2, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 4, 3 year ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് 60% മാർക്കാണ് പറയുന്നത്. പോസ്റ്റ് SSLC വിത്ത് 2 year ITI കോഴ്സ് പറയുന്നുണ്ട്. ഇനി എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഫോർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ പറയുന്നത് ആപ്ലിക്കൻറ്റ് ഷുഡ് ഹാവ് എ സൂപ്പർവൈസർ കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റ്, ഇലക്ട്രിക്കൽ C ലൈസൻസ് ഫോർ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഓഫ് മിനിമം 11 kV. അപ്പം ഇതും എസെൻഷ്യൽ ക്വാളിഫിക്കേഷനിൽ പെടുന്നതാണ്. ഈ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് എസെൻഷ്യൽ ക്വാളിഫിക്കേഷനിൽ പെടുന്നതാണ്. ജൂനിയർ ടെക്നീഷ്യൻ ടെലിഫോൺസിന്റെ കേസിൽ 3 year ഡിപ്ലോമ ഇൻ EC ഓർ CSE ഓർ ഇക്വലന്റ് വിത്ത് അറ്റ്ലീസ്റ്റ് 60% മാർക്ക് ഓർ ആൻ ഇക്വലന്റ് CGPA ഫ്രം എ റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ജൂനിയർ ലൈബ്രറി ടെക്നീഷ്യന്റെ കേസിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി എനി ഡിസിപ്ലിൻ വിത്ത് മാസ്റ്റേഴ്സ് ഇൻ ലൈബ്രറി സയൻസ് പറയുന്നുണ്ട്. 60% മാർക്സ് ആണ് വേണ്ടത്. ഇക്വലന്റ് CGPA ഫ്രം എ റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ടും പറയുന്നുണ്ട്. ഇനി ഇവിടെ ഡിസൈറബിൾ ആയിട്ട് പറയുന്ന പ്രൊഫഷൻസി ഇൻ യൂസ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫോർ ക്രിയേഷൻ ഓഫ് ഡോക്യുമെന്റ്സ്, പ്രസന്റേഷൻ ആൻഡ് സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻസ്. ഇനി ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് നൽകുന്നുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതിന് വേണ്ടി ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 24th ശേഷമാണ് ലിങ്ക് ആക്റ്റീവ് ആവുക. ഇനി ഇവിടെ നിങ്ങൾ അപേക്ഷിക്കേണ്ട എമൗണ്ട്, അതായത് ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 300 ആണ്. ഓൺലൈൻ പോർട്ടലിലൂടെ പേ ചെയ്യേണ്ടതാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ SC ST PWD വിമൻ കാൻഡിഡേറ്റ്സിന് പൈസ നൽകേണ്ട കാര്യമില്ല. ലാസ്റ്റ് ഡേറ്റ് 23rd August ആണ്. 5:30 മുൻപായിട്ട് നിങ്ങൾ അപേക്ഷിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം കൂടുതൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കാതിരിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.